ഇതാ സ്പെയിൻ ലോകം കീഴടക്കിയിരിക്കുകയാണ്. കളി മുഴുവൻ ഉണ്ടായിരുന്ന അപ്രമാദിത്യം അത് വിജയത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ പടി വരെ എത്തിച്ചിരിക്കുകയാണ്. വലിയ ആവേശമാണ് ഇപ്പോൾ ഈ സ്പെയിന് വേണ്ടി ഇവിടെ നിന്ന് ആളുകളുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ടോപ്പിൽ 10 പോലും പെടാത്ത ആൾക്കാരോട് കളിക്കുക കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കയറി വരും. അവസാനം കളിക്കാരുള്ള പിള്ളേരുടെ കളിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും പറഞ്ഞോണ്ടിരുന്നല്ലേ. ബോളെത്താൻ വേണ്ടി പറ്റിയില്ല. അന്നും ഇന്നും എന്നും ആഘോഷ. ഞങ്ങൾക്ക് ജയത്തേക്കാൾ കൂടുതൽ തോൽവികൾ ഉണ്ടായിട്ടില്ലേ? ഞങ്ങൾക്ക് ജയത്തേക്കാൾ കൂടുതൽ തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ടീമാണ് അർജന്റീന. പക്ഷേ അന്നും ഇന്നും അർജന്റീന ഫുട്ബോളിനെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങളൊരു തോൽവി കൊണ്ടോ ഒരു വേൾഡ് കപ്പ് ഫൈനൽ തോറ്റാലോ ഇതിൽ നിന്ന് പിന്മാറണമെങ്കിൽ ഞങ്ങൾ 86-ന് ശേഷം അർജന്റീനയെ ചേർത്ത് നിൽക്കാൻ പാടില്ലായിരുന്നു. ഞങ്ങൾക്ക് 86-ന് ശേഷം കപ്പടിച്ച 2022 മഹാ തോൽവികൾ, മഹാനഷ്ടങ്ങൾ, അത്തരത്തിലുള്ള എല്ലാം ഏറ്റുവാങ്ങിയ ടീമിൻ്റെ കൂടെ നിന്നവരാണ് ഞങ്ങൾ. ഇനിയും ഒരു 100 മത്സരങ്ങൾ തോറ്റാലും ഞങ്ങൾ അർജന്റീനയാണ്. നല്ലോണം സന്തോഷമുണ്ട്. ഡിസേർവ്ഡ് ആയിട്ടുള്ള വിജയമായിരുന്നു. കംപ്ലീറ്റ് പൊസിഷൻ ഉണ്ടായിരുന്നു, ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ അറ്റംപ്റ്റ്സ് ഉണ്ടായിരുന്നു. എമി മാർട്ടിനസിനെ നമുക്ക് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ഹീൽ ഗെറ്റ് എ ഗോൾഡൻ ഗ്ലൗ. കൺഗ്രാറ്റുലേഷൻസ്. ബട്ട് സ്പെയിൻ പ്ലേഡ് വെൽ, ഡിസേർവ്ഡ് ഇറ്റ്. വളരെ വൈകാരികമായ ദൃശ്യങ്ങളും കാണാം നമുക്ക്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അർജന്റീനയുടെ വലിയ ആഘോഷം നടന്ന ഇടമാണ്. സെമി ഫൈനൽ വിജയമൊക്കെ അവർ അത്രമാത്രം വലിയ ആഘോഷമായി കൊണ്ടുപോയതാണ്. ഇപ്പോൾ വലിയ നിരാശ അവരെ ബാധിച്ചിട്ടുണ്ട്. കളിച്ചിട്ടാണ് ഫൈനൽ എത്തിയെന്നല്ല, അർജന്റീന സ്പെയിനായിട്ട് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര വിഷമം വരേണ്ട ആവശ്യമില്ല. പക്ഷെ ഞങ്ങൾക്ക് കൂടുതൽ വിഷമം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് എത്ര. എനിക്ക് എൻസോനെ ആലോചിക്കുമ്പോൾ എനിക്ക് ശരിക്കും വിഷമാണ്. കാരണം എൻസോക്ക് ആ ഫൗള് മേടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എൻസോ ചിലപ്പോൾ ഉണ്ടായിരുന്നെങ്കിലോ ലൗതാരോ മാർട്ടിനസ് ഇറങ്ങിയിരുന്നെങ്കിലോ ചിലപ്പോൾ കുറച്ചും കൂടെ ഒരു ഇതുണ്ടായിരുന്നു. സിമിയോണിന്റെ ലാസ്റ്റൊക്കെ കണ്ടപ്പോൾ സങ്കടം തോന്നി. കളിച്ചിട്ട് ജയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, സന്തോഷത്തോടെ പോവായിരുന്നു. പക്ഷേ കളിക്കാത്തോണ്ടുള്ള വിഷമമുണ്ട്, നല്ലോണം വിഷമമുണ്ട്. കാരണം കഴിഞ്ഞ ഇംഗ്ലണ്ടിനായിട്ടുള്ള കളി വെച്ചൊക്കെ നോക്കുമ്പോൾ എത്ര മോശമായിട്ട് അർജന്റീന കളിച്ചത്. ഈവൻ മെസ്സി പാസ് കൊടുത്താൽ പോലും ഒരാൾ അടിക്കാനില്ല. വിഷമമുണ്ട്. അപ്പൊ ഉറപ്പുണ്ടായിരുന്നു വിജയിക്കുമുള്ളൊരു ഉറപ്പില്ലാതെ കൊടികാട്ട് വരുന്നില്ല. അത് തന്നെയാണ്, അതേ ആവേശം തന്നെയാണ്. മറ്റൊരു കൊടി പറക്കുന്നു, മറ്റൊരു ഭാഷയിൽ ആ ആവേശത്തിന്റെ മുദ്രാവാക്യം മുഴങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇതാണ് ഫുട്ബോൾ. ഈ മാറ്റം ഫുട്ബോളിൽ ഉണ്ടാകും. ഫുട്ബോളിന്റെ മനോഹാരിത ഇതാണ്. രതീഷ് വെൺപകലിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.